Greetings to you all in the precious name of our Lord and Savior Jesus Christ. It gives me great joy to be once again with you all this Wednesday evening to meditate together from the Song of Songs. ഈ വൈകിയ സമയം ബുധനാഴ്ച വൈകിയ സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് ഉത്തമഗീതം ധ്യാനിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Song of Songs, which is written by Solomon, inspired by the Holy Spirit. ശലോമോൻ എഴുതിയതും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും എഴുതിയ ഈ ഉത്തമഗീതം പഠിക്കുവാൻ നമുക്ക് ഇടയാകുന്നു. As we were looking through the various chapters, we have almost completed 3 chapters out of 8. And as we were looking through the various chapters, we saw how the Spirit of God takes different things and speaks to us and deals with our individual lives. 8 അധ്യായങ്ങളിൽ നിന്ന് 3 അധ്യായങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കുവാൻ ഇടയായി. എങ്ങനെയാണ് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ഈ 3 അധ്യായങ്ങളിലൂടെ കർത്താവ് ഓരോ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും അതിനെ വിശകലനം ചെയ്യുവാനും നമുക്കിടയായി. As I was talking to a brother sometime this week, he told me that another brother told him that he was able to enjoy more intimacy with God. ഈ ആഴ്ച ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ വേറൊരു സഹോദരൻ തന്നോട് പറഞ്ഞത് കർത്താവുമായി അകമഴിഞ്ഞ ബന്ധം കൂടുതൽ ആസ്വദിക്കുവാൻ ഇടയായി എന്നുള്ള ഒരു വസ്തുത പറയുവാൻ ഇടയായി. And that indeed gives me a great joy to know that at least some brethren have increased in their intimacy with God, because that after all is the purpose of this Bible study. ഈ വേദപഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവവുമായി കർത്താവുമായുള്ള ആ ബന്ധം ആകമഴിഞ്ഞ ബന്ധം കൂടുതൽ ആസ്വദിക്കാൻ ഇടയാകണം. അങ്ങനെ ചിലർക്ക് സാധിക്കുന്നുവെന്ന് ഓർക്കുന്നത് തന്നെ കർത്താവിൽ ഞാൻ സന്തോഷിക്കുകയും നന്ദിയുള്ളവനായിരിക്കുകയും ചെയ്യുന്നു. And I really pray to God that this series of meetings, these series of classes would be really beneficial, not just for our filling the notebooks, but to fill our hearts with the thoughts of Christ and to fill our lives with His presence every single moment. നമ്മുടെ ഈ പഠനങ്ങൾ കൊണ്ട് നമ്മുടെ ഈ കുറിപ്പുകൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടുപരി ഹൃദയത്തിൽ ദൈവത്തിന്റെ കർത്താവുമായുള്ള ബന്ധത്താൽ നാം നിറയപ്പെട്ടവരായി ആ ബന്ധം ആസ്വദിക്കുവാൻ ദൈവം നമ്മളെ ഇടയാകട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. As we began this book, we saw that wherever there is a desire for intimacy, our beloved always steps in and fulfills those desires. ഈ പഠനത്തിലൂടെ നാം ഓർത്തതുപോലെ എവിടെയൊക്കെ അകമഴിഞ്ഞ ബന്ധം ആ ആസ്വാദനം ആ കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ സമയങ്ങളിലെല്ലാം പ്രാണപ്രിയൻ ആ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു എന്നായിട്ട് നമുക്ക് കാണുവാനിടയായി. And more than us, how our beloved longs to have intimate relationship with us, His people. എത്രമാത്രമാണ് നമ്മുടെ പ്രാണപ്രിയൻ നമ്മളോട് തന്റെ ജനത്തോട് ഈ അകമഴിഞ്ഞ ബന്ധം ആസ്വദിക്കാൻ താൻ ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യുന്നത്. It is a fact that we desire to have intimacy with Him, but so much more than that, our beloved desires to have intimacy with us. നാം കർത്താവുമായുള്ള ബന്ധം ആസ്വദിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം നിലനിൽക്കവേ കർത്താവിന് ഇത്രമാത്രം നമ്മളുമായ ബന്ധം ആസ്വദിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള തിരിച്ചറിവ്. And may the Lord help us to really come into that sort of a relationship with our God. കർത്താവുമായി ഈ ഒരു ബന്ധം, ഈ ഒരു അകമഴിഞ്ഞ ബന്ധം, ഈ ഒരു ഇന്റിമേറ്റ്, ഈ ഒരു ദൃഢമായുള്ള ഒരു ബന്ധത്തിലേക്ക് അതിന്റെ ഒരു ആസ്വാദനത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ ഇടയാകട്ടെ. We also saw that it is not just an enjoyment of communion. We also saw that this communion is one of the most delicate relationships between us and our beloved. ഈ ബന്ധം ആസ്വദിക്കുന്നത് മാത്രമല്ല, കർത്താവും നമ്മളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹം, ഈ ഒരു അടുപ്പം, ഈ ഒരു കൂട്ടായ്മ എത്രമാത്രം ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എത്രമാത്രം മൃദുവായ ഒരു കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനിടയായി. It is very easy, as we saw in the life of these two lovers, it is very easy to lose communion, and it is much more difficult to restore that communion. ഈ ബന്ധം നഷ്ടപ്പെട്ടു പോകുവാൻ വളരെ എളുപ്പവും അതിനെ പുനഃസ്ഥാപിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുമുള്ളതാണെന്ന് നമുക്ക് പഠിക്കുവാനിടയായി. അതുകൊണ്ട് തന്നെ അതിന്റെ മൃദുത്വം, അതിന്റെ ഒരു ഡെലിക്കസി എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് നമുക്ക് ചിന്തിക്കാനിടയായി. And that is so beautifully represented to us in the 2 ordinances that the assembly has been given. സഭയ്ക്കായി കർത്താവ് കൊടുത്തിരിക്കുന്ന 2 അനുഷ്ഠാനങ്ങളിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനും കഴിയും. We have the Lord's Supper and we have the baptism.
കാരണം സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന 2 അനുഷ്ഠാനങ്ങൾ, ഒന്ന് സ്നാനവും 2 കർത്താവിന്റെ മേശയും. Baptism speaks of the strongest bond that is in the universe, that is the union between us and Christ. സ്നാനം എന്ന് പറയുന്നത് കേവലം ഒരു അനുഷ്ഠാനം മാത്രമല്ല, ഈ ഉലകത്തിൽ തന്നെ ഏറ്റവും ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതായത് നാമും കർത്താവും ഒന്നായി ചേരുന്ന ഒരു ബന്ധം. It is a symbol of that relationship. ആ ബന്ധത്തിൽ നാം ഒന്നായി തീരുമ്പോൾ അതിന്റെ ഒരു സൂചനയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ചിഹ്നമാണ് സ്നാനം. At the same time, the Lord's Supper is a symbol of the most delicate relationship that we have with Him, that is our fellowship, our intimacy. The Lord's Supper ought to be the climax of our fellowship with Him. കർത്താവിന്റെ മേശയിലേക്ക് നാം വരുമ്പോൾ, അവരുമായി ആ കാര്യങ്ങളിൽ നാം ഇടപെടുമ്പോൾ, അവരുമായുള്ള അകമഴിഞ്ഞ കൂട്ടായ്മ ബന്ധത്തിന്റെ ഒരു അടയാളമാണ് കർത്താവിന്റെ മേശ. Baptism speaks of union. The Lord's Supper speaks of communion. സ്നാനം കർത്താവുമായുള്ള ആ ഐക്യതയെ പറ്റി നമ്മളോട് പഠിപ്പിക്കുന്നെങ്കിൽ, കർത്താവിന്റെ മേശ ആ കൂട്ടായ്മ ബന്ധത്തെ കാണിക്കുന്നു. And so let us never forget that communion is very easily lost and it is very difficult to be restored. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട് കളയുവാൻ വളരെ എളുപ്പവും പുനഃസ്ഥാപിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യമാണ്. And so that is what we learned in the first 2 stanzas, so the first 2 idylls in the Song of Songs. ആ കാര്യമാണ് നാം ആദ്യത്തെ 2 ചെറിയ കാവ്യങ്ങളിൽ നമുക്ക് കാണുവാനിടയായത്. And then we went forward and entered into the idyll number 3, that is the wedding between Solomon and the Shulamite. അതിനുശേഷം ഉത്തമഗീതത്തിലെ 3ാമത്തെ ചെറുകാവ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനിടയായി. ശലോമോനും ശൂലേംകാരത്തിയും തമ്മിലുള്ള വിവാഹത്തിന്റെ ചിത്രമാണ് ആ 3ാമത്തെ ചെറിയ കാവ്യം. We are not sure where exactly in this idyll the actual wedding took place. It can be any one of the places, any one of these, between any 2 of the verses. ഈ 3ാമത്തെ ചെറിയ കാവ്യത്തിലെ വാക്യങ്ങളിൽ ഏത് വാക്യശകലത്തിലാണ് ഈ വിവാഹം നടക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. Different people place it at different places, but generally it comes inside this idyll. ആ വിവാഹത്തിന്റെ കൃത്യമായ അത് എപ്പോഴാണ് സംഭവിച്ചെന്നുള്ളത് വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഈ ഒരു ഭാഗത്താണ് വിവാഹം നടക്കുന്നതായി എല്ലാവരും അനുമാനിക്കുന്നു. And we, pardon me really, because I once again changed the outline a little bit. ഒരിക്കൽ കൂടി ഞാൻ അതിന്റെ രൂപരേഖ ഒന്നുകൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. Because as I continue to study, I actually felt that this would be a better way to understand the whole thing. കുറച്ചുകൂടെ പഠിച്ചപ്പോൾ മുമ്പത്തേക്കാൾ കുറച്ചുകൂടെ നന്നായ ഒരു രൂപരേഖ എനിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. So since we are completing this section today, God willing, I don't think this outline is going to change again. ഈ ഒരു സെക്ഷൻ നാം ഇന്ന് അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഈ രൂപരേഖ ഇനി മാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So first we have the bridegroom claiming his bride or fetching his bride. ഈ ചെറിയ കാവ്യത്തിൽ ഒന്നാമതായി മണവാളൻ തന്റെ മണവാട്ടിയുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ തന്നെ വിളിക്കുകയും കാണും. Bringing her to Jerusalem. അവളെ യെരൂശലേമിലേക്ക് ആനയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And then we already saw that in chapter 3 verse 6 to the end of that chapter. ആ യെരൂശലേമിലേക്ക് വരുന്ന ആ വരവും ആ കാര്യങ്ങളൊക്കെ നമുക്ക് 6ാം വാക്യം മുതൽ 11ാം വാക്യം വരെ കാണുവാനിടയായി. We are not sure whether Solomon was there in the palanquin that was sent to fetch the Shulamite to Jerusalem. ശൂലേംകാരത്തിയെ കൊണ്ടുവരുവാൻ ഉപയോഗിച്ച പല്ലക്കിൽ ശലോമോൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. But whatever be the case, when they came back to Jerusalem, Solomon is there. എന്നാൽ യെരൂശലേമിലേക്ക് വന്നപ്പോൾ ശലോമോൻ അവിടെ ഉണ്ട്, അവിടെ സ്ഥിതി ചെയ്യുന്നു നമുക്ക് കാണുവാൻ കഴിയും. And King Solomon can be seen with the crown at the end of chapter 3, wherewith his mother crowned him in the day of his wedding. അതിനുശേഷം ആ 3ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ തന്റെ വിവാഹ ദിവസത്തിൽ തന്റെ അമ്മ, തന്റെ മാതാവ് തന്നെ വിവാഹത്തിന് ഉതകുന്നതായ കിരീടം ധരിപ്പിച്ച് അവിടെ തന്നെ നിർത്തുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും. We see our beloved crowned with a wedding crown, all regal, dressed up for his wedding day. വിവാഹത്തിന്റെ ദിവസത്തിൽ നമ്മുടെ മണവാളൻ വിവാഹ വസ്ത്രവുമായി കിരീടം ധരിച്ച് അവിടെ നിൽക്കുന്ന ആ കാഴ്ച. And then we also saw that this was the day of the gladness of his heart.
അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസം കൂടെയാണ് എന്നുള്ള നമുക്ക് ചിന്തിക്കാനിടയായി. And we saw that even for our beloved, looking forward to that day of gladness of his heart was what caused him to despise the cross and the shame and to bear all that suffering on our behalf. ഈ ആനന്ദ ദിവസത്തിനായി കാത്തിരിക്കവെയാണ് കർത്താവ് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് താൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. And then we saw last week, we started chapter 4 and we covered the first 7 verses where we see the bridegroom is extolling the beauties of his bride. പിന്നീട് നാം ആ ചെറുകാലത്തിൽ രണ്ടാം ഭാഗം മണവാളൻ തന്റെ മണവാട്ടിയെ പ്രശംസിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും. We hear he's telling her the feelings of his innermost heart. അവന്റെ ഹൃദയത്തിൽ ആന്തരികമായി അവനുണ്ടാകുന്ന തന്റെ മണവാട്ടിയോട് തനിക്ക് തോന്നുന്ന വികാരങ്ങളൊക്കെ താൻ അവിടെ പ്രകടിപ്പിക്കുകയാണ്. And he begins that section by saying, "Behold, thou art fair. Behold, thou art fair." And then he ends the section by saying, "Thou art all fair, my love, and there is no spot in thee." ആ ഭാഗം ആ സംഭാഷണം താൻ ആരംഭിക്കുമ്പോൾ തന്നെ താൻ പറയുന്നത്, എന്റെ പ്രിയ നീ സുന്ദരി തന്നെ. ആ വിവർത്തനമെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അവസാനിപ്പിക്കുമ്പോൾ താൻ പറയുകയാണ്, എന്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. And we saw the gracious heart of our beloved, wherein he, in spite of knowing all our flaws, in spite of knowing all our failures, he still calls us and tells us, "I find no spot in you." നമ്മുടെ സകല വീഴ്ചകളും നമ്മുടെ തോൽവി നമ്മുടെ പരാജയങ്ങളൊക്കെ അറിഞ്ഞിട്ടും പ്രാണപ്രിയൻ നമ്മളെ നോക്കി നമ്മളെ പ്രശംസിച്ച് നമ്മുടെ സൗന്ദര്യത്തെ കണ്ട് നിന്നിൽ ഒരു ഊനവും ഇല്ല എന്ന് പറയത്തക്കവണ്ണമുള്ള അവന്റെ സ്നേഹം. And then we saw that he begins with her eyes and goes down and keeps describing various aspects of her beauty. തന്റെ ആ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളെയും താൻ ആ സൗന്ദര്യം താൻ ആസ്വദിച്ച് താൻ അതിനെപ്പറ്റി വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And then we saw in verse 6, just before he closed that section, wherein he says that I will go to until the day break and the shadows flee away. I will get me to the mountain of myrrh and to the hill of frankincense. വെയിലാറി നിഴൽ കാണാതെ ആകുവോളം ഞാൻ മൂറൻമലയിലും കുന്തിരിക്കത്തിന്റെ കുന്നിലും ചെന്നിരിക്കാം എന്ന് മണവാളൻ അവിടെ പറയുകയാണ്. Oh, that mountain of myrrh and the hill of frankincense held a special place in the heart of our beloved. നമ്മുടെ പ്രിയന്റെ ഹൃദയത്തിൽ ആ മൂറൻമലയും കുന്തിരിക്കത്തിന്റെ കുന്നും അവനുണ്ടാകുന്ന സ്ഥാനം that is very special in his heart. അവന്റെ ഹൃദയത്തെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. Both these frankincense and myrrh is bitter to the taste but sweet to the smell. ഈ മൂറും കുന്തിരിക്കവും വായുടെ രുചിക്ക് വളരെ കയ്പും എന്നാൽ സൗരഭ്യം വളരെ നന്നായി വീശുന്ന രണ്ട് ഘടകങ്ങളാണ്. And it is very often taken to mean the bitter sweetness of that man of the hill, the man of the mountain, the man of Calvary. കാൽവരി കുന്നിലെ ആ വ്യക്തിയുടെ ആ മനുഷ്യന്റെ ജീവിതത്തെ വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ് കയ്പും മധുരവും ഉള്ള ആ സാഹചര്യം. And so often we want to pray like that hymn writer that says, "Jesus, keep me near the cross. In the cross be my glory ever." കർത്താവേ, എന്നെ നീ ക്രൂശിന്റെ അടുക്കൽ തന്നെ വെക്കണമേ. ആ ക്രൂശിലാണ് ജീവിതകാലം മുഴുവനും ഞാൻ പ്രശംസിക്കുന്നത്. എന്റെ പ്രശംസയും അതിലാണ്. And then we come to the next section. അതിനുശേഷം അടുത്ത ഭാഗം എന്ന് പറയുന്നത്, and I will just say this outline, just mention it so that we can follow along. അടുത്ത സെഷൻ എന്ന് പറയുന്നത്, so first in verse 8 we see the bridegroom inviting his bride to come and live with him. നാലാം അധ്യായത്തിന്റെ 8ാം ഭാഗത്തിൽ മണവാളൻ തന്റെ മണവാട്ടിയെ തന്റെ കൂടെ വസിക്കാനായി ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And then from verse 9 to 5 and verse 1 we see the bridegroom is totally satisfied with his bride. അതിനുശേഷം 9ാം വാക്യം മുതൽ 5ാം അധ്യായത്തിന്റെ 1ാം വാക്യം വരെ മണവാളൻ മണവാട്ടിയിൽ പൂർണ്ണ സംതൃപ്തനാണ് എന്നുള്ളൊരു ചിത്രവും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. In the will of God we will try to cover this as soon as possible. ഇത് വളരെ വേഗത്തിൽ പര്യവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So let us go to chapter 8. Sorry, verse 8. Chapter 8ാം ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 4ാം അധ്യായം. കാന്തേ, ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക. ആമാനം മുതലും
ഷേനീർ, ഹെർമോൻ, കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുല്ലിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടു പോരുക. Come with me from Lebanon, my spouse, with me from Lebanon. Look from the top of Amna, from the top of Shinir and Hermon, from the lion's den, and from the mountains of the leopards. The king intimates to his beloved that he has a better place of residence prepared for her than which she has been, calling her home. താൻ വസിച്ചിരുന്ന ഭവനത്തെക്കാൾ വിശിഷ്ടമായ ഒരു ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ രാജാവിന്റെ സന്നിധിയിലേക്കാണ് മണവാളൻ ഇവിടെ തന്നെ ക്ഷണിക്കുന്നത്. And he is saying, come with me from the other places that you are in, come with me. നീ ആയിരുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നീ അതിനെ വിട്ടു പോന്ന് എന്റെ അടുക്കിലേക്ക് വരിക എന്നാണ് താൻ അവിടെ തന്നെ ക്ഷണിക്കുന്നത്. Now the places that he mentions here may not sometimes be her home. ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന ഘടകങ്ങളൊക്കെ തന്റെ ഭവനം ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. Because it talks of the top of Shinir and Hermon, and generally people don't stay there. കാരണം ഈ മലയുടെ മുകളിൽ, ഷെർമോനും അമനയുടെയൊക്കെ മലയുടെ മുകളിൽ വാസസ്ഥലം ഇല്ലാത്ത സ്ഥലങ്ങളാണ്. And so it's unlikely that her house is actually on top of those mountains. അതുകൊണ്ട് ഈ മലയുടെ മുകളിലാണ് തന്റെ ഭവനം എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. But generally Shunem is close to these places. എന്നാൽ ഷൂനേം എന്ന് പറയുന്ന സ്ഥലം തന്റെ ആ സ്ഥലങ്ങളിൽ, എഫ്രൈമിന്റെ ആ സ്ഥലങ്ങളിലൊക്കെ അടുത്തുള്ള സ്ഥലമാണ്. So I want you to notice 4 things from this verse. 4 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. First of all, he calls her my bride, my spouse. ഒന്നാമതായി തന്റെ മണവാട്ടിയെ താൻ വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത് കാന്തേ എന്ന് വിളിച്ചാണ്. For the first time, the Shulamite is called by the king my spouse. ആദ്യമായിട്ടാണ് രാജാവ് തന്റെ മണവാട്ടിയെ കാന്തേ എന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നത്. So most probably by now the marriage has taken place. അതുകൊണ്ട് ഒരു പക്ഷേ തന്നെ ഈ വാക്യശകലമാകുമ്പോഴത്തേക്കും അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. In 3 and verse 11, the last verse, we saw that it was a day of his wedding. കാരണം 3-ാമത്തെ 11-ാം വാക്യത്തിൽ തന്റെ വിവാഹ ദിവസമാണെന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. So we can likely assume that between chapter 3 and verse 11 and chapter 4 and verse 8, the portion that we read now, somewhere between the wedding has taken place. കാരണം 3-ാമത്തെ 11-ാം വാക്യം മുതൽ 4-ാം വാക്യത്തിന്റെ ഈ ശകലം വരെ വിവാഹം നടന്നു നമുക്ക് വിശ്വസിക്കാം. Never before this is she called his spouse. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും മണവാളൻ തന്നെ കാന്ത എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. And this also is very true between the relationship between us and the Lord Jesus. ഇത് കർത്താവും നമ്മളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലും വളരെ നിർണായകമായ ഒരു ഘടകമാണ്. And with that relationship of bridegroom and bride within Christ and his assembly, കർത്താവും സഭയും മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം, he speaks very affectionately about her as my bride. വളരെ ആർദ്രതയോടുകൂടെയാണ് എന്റെ കാന്തേ എന്ന് താൻ അഭിസംബോധന ചെയ്യുന്നത്. And I want you to take one application from there, or one warning from there. Toby? ഞാനൊരു മുന്നറിയിപ്പ് അവിടെ ഞാൻ നിങ്ങൾക്ക് പ്രസ്താവിച്ചുകൊള്ളട്ടെ. One of the most important responsibility of being called a bride is faithfulness. മണവാട്ടി കാന്ത എന്ന് നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ ഒരു അഭിസംബോധനയിൽ വളരെ പ്രധാനമായിട്ട് ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. From the moment that you give your vows to your husband or to your wife on the day of your wedding, വിവാഹ ദിവസത്തിൽ അന്യോന്യം പങ്കുവെക്കുന്ന ആ ഒരു കവനന്റിൽ, ആ ഒരു വൗസിൽ അന്ന് മുതൽ ഉടമ്പടി എടുക്കുന്ന ആ ദിവസം, ആ നിമിഷം മുതൽ, even in the covenant we say, I will stick on to you, forsaking all others. ആ ഉടമ്പടിയുടെ സത്യം എന്ന് പറയുന്നത് മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിന്നോടൊപ്പം പറ്റിച്ചേർന്ന് നിന്നോട് മാത്രം.
And one of the responsibilities of being called the bride of our heavenly bridegroom is that same faithfulness. അതുകൊണ്ട് സ്വർഗീയമായ മണവാളന്റെ മണവാട്ടിയായി കാന്തയായി ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, അവൻ നമ്മെ കാണുമ്പോൾ വിശ്വസ്തത വളരെ നിർണായകമായ ഒരു ഘടകമാണ്. All throughout the Old Testament, the Jehovah is presented as being a jealous God. പഴയ നിയമ പുസ്തകങ്ങളിൽ മുഴുവനും അസൂയയുള്ള ഒരു ദൈവമായ ഒരു യഹോവയായിട്ടാണ് പല സ്ഥലങ്ങളിലും യഹോവ താൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. He will not give up his bride to any other, and that is why again and again and again he blames and he judges the Israelite for committing adultery with other gods. വളരെ അസൂയ നിറഞ്ഞ, അല്ലെങ്കിൽ താൻ മാത്രം ദൈവമായിരിക്കുന്ന ജനം, താൻ സ്നേഹിക്കുന്ന തന്റെ മണവാട്ടി, തന്റെ കാന്ത, താൻ വില കൊടുക്കുന്നവർ, ആ വേറെ ഈ ഒരു ദൈവത്തിന്റെ പുറകിൽ, വേറെ ഒരു കാര്യത്തിന്റെ പുറകിൽ പോയാൽ പോലും തന്നെ ക്രോധത്തിലേക്ക് നയിക്കുന്ന സ്വഭാവം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. And so when we take comfort, when we take joy in the fact that he calls us his bride, let us never forget that one of the most important characteristics of us as the bride of God, as the bride of the Lord Jesus, is to be faithful to him. നമ്മളെ അവൻ മണവാട്ടിയായി, അവന്റെ കാന്തയായി അവൻ നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ, അതിൽ നാം ആശ്വസിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും മറന്നു പോകരുത്, ആ ഒരു അഭിസംബോധനയിൽ, ആ ഒരു ഉത്തരവാദിത്വത്തിൽ അവനോടുള്ള വിശ്വസ്തത വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. Not only he calls her his spouse or his bride, മണവാളൻ അവിടെ മണവാട്ടിയെ കാന്ത എന്ന് മാത്രമല്ല വിളിക്കുന്നത്, we notice again that he calls her out of delightful places. വായിക്കുന്നത് അവിടെ ആനന്ദമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മണവാട്ടിയെ താൻ ക്ഷണിക്കുന്നത്. Lebanon, Amana, Senir, Hermon. All these places are actually adorned with some of the loveliest spots in nature. നമുക്കറിയാം, പ്രകൃതി രമണീയമായ 4 പ്രത്യേകമായ സ്ഥലങ്ങളാണ് ഇസ്രായേൽ യഹൂദ പ്രദേശങ്ങളിൽ. ഒന്ന് അമാനൻ പർവ്വതങ്ങൾ, ഷേനീർ, ഹെർമോൻ, ലെബാനോൻ. They are all very delightful places, and he is calling her out of those delightful places. വളരെ രമണീയമായ, പ്രകൃതി രമണീയമായ, വളരെ മനോഹരത്വം നിറഞ്ഞ സ്ഥലങ്ങളാണ് ഈ സ്ഥലം. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് തന്റെ കാന്തയെ താൻ വിളിച്ചു വരുത്തുന്നത്, അല്ലെങ്കിൽ ക്ഷണിക്കുന്നത്. Come with me from Lebanon, with me from Lebanon. Come from the top of Amana and from the top of Shenir and Hermon. ഈ സ്ഥലങ്ങൾ വിട്ട്, ലബാനോനെ വിട്ട് നീ എന്റെ ഒപ്പം കടന്നു വരിക, ലബാനോനെ വിട്ട് എന്റെ കൂടെ വരിക, അമാന പർവ്വതവും ഷേനീരും ഹെർമോനും കൊടുമുടികളും ഒക്കെ വിട്ട് എന്റെ ഒപ്പം വിട്ടുപോരുക. Now if you look at scriptures, Lebanon is called the goodly mountain. Deuteronomy chapter 3. Goodly mountain. Yeah, just read Deuteronomy chapter 3 and verse 25. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ലെബാനോൻ പർവ്വതത്തിന് കൊടുത്തിരിക്കുന്ന വേറൊരു പേര് 3:25. Yep. ഞാൻ കടന്നു ചെന്ന് യോർദാൻ കരയുള്ള നല്ല ദേശം, മനോഹരമായ പർവ്വതം. Yes, it's called a goodly mountain. മനോഹരമായ ഒരു പർവ്വതം. In Isaiah 35 and verse 2 we see the glory of Lebanon. യശയ്യാവിന്റെ പ്രവചനം 35-ാം അധ്യായത്തിൽ ലെബാനോനിന്റെ മഹത്വത്തെ പറ്റി നാം കാണുന്നുണ്ട്. In Hosea 14 and verse 6 we see the goodly smell of Lebanon. യശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായത്തിൽ ലെബാനോൻ നൽകുന്ന സൗരഭ്യത്തെ പറ്റി നമ്മൾ വായിക്കുന്നു. In Psalm 133 and verse 3, that famous verse, we see the pleasant dew of Hermon. നമുക്കറിയാം, സങ്കീർത്തനം 133-ാം സങ്കീർത്തനത്തിൽ രാവിലെ വരുന്ന ആ ഡ്യൂ, അല്ലെങ്കിൽ ആ മഞ്ഞ്, ഹെർമോൻ പർവ്വതങ്ങളിൽ വരുന്ന മഞ്ഞിനെ പറ്റി അവിടെ സംവാദിക്കുന്നുണ്ട്. In the 89th Psalm we see about the joy of Hermon. 89-ാം സങ്കീർത്തനത്തിൽ ഹെർമോൻ പർവ്വതങ്ങൾ നൽകുന്ന ആനന്ദത്തെ പറ്റി പ്രസ്താവിക്കുന്നു. And it's all beautiful places, delightful places for the bride to enjoy. ഇതൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ വിവർത്തനം കാണുമ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായ, മണവാട്ടി ആസ്വദിക്കുന്ന സ്ഥലങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But the call of the beloved is to come out from these. എന്നാൽ മണവാളന്റെ, രാജാവിന്റെ, തന്റെ ഭർത്താവിന്റെ
ക്ഷണം എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങൾ വിട്ട് വരിക എന്നുള്ളതാണ്. Though they may be placed, Matthew Henry says like this, though they may be placed at the upper end of the world, at the top of Amana and Shenir, though they may enjoy the highest satisfaction the creature can propose to give, yet they must come away from them all. ഈ ലോകത്തിന്റെ സുഖങ്ങൾ മാത്യു ഹെൻറിയുടെ കമന്റ് തന്റെ ആ പ്രസ്താവനയിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്. ലോകത്തിന്റെ ഏത് കൊടുമുടിയിലായിക്കൊള്ളട്ടെ, ലോകത്തിന്റെ ഏത് സുഖ സൗകര്യങ്ങളിലായിക്കൊള്ളട്ടെ, ലോകത്തിന്റെ ഏത് മനോഹരമായ സ്ഥലങ്ങളിലായിക്കോട്ടെ, അത് ഹെർമോൻ ആയിക്കൊള്ളട്ടെ, അത് ഷെയ്നീർ പർവ്വതമായിക്കൊള്ളട്ടെ, ആ സ്ഥലത്തു നിന്നുള്ള അത് വിട്ടുപോയി, അതിൽ നിന്നുള്ള സംതൃപ്തി വിട്ടുകളഞ്ഞ് പ്രിയനോട് ചേരാനുള്ള ക്ഷണമാണ് എല്ലാവർക്കും. So when he calls you his bride, his next thing, what he says is, come out of those delightful places. അതുകൊണ്ട് ആദ്യം നമ്മെ കാന്തേന്ന് അഭിസംബോധന ചെയ്ത് നമ്മളെ അങ്ങനെ വിളിക്കുമ്പോൾ, അങ്ങനെ നമ്മളെ കാണുമ്പോൾ, ഈ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന്, മനോഹരത്വം നിറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന, അതിനെ മറന്നു കളഞ്ഞ് അവനോടൊപ്പം ചേരാനുള്ള ക്ഷണം അതോടൊപ്പം നമുക്ക് വരുന്നു. He also calls her out of dangerous places. ദുർഘടകരമായ സ്ഥലത്തു നിന്നും മണവാട്ടിയെ താൻ ക്ഷണിക്കുന്നുണ്ട്. Not only are these places beautiful places, they are also dangerous places. ഈ മുമ്പ് പറഞ്ഞുള്ള സ്ഥലങ്ങൾ നാലും മനോഹരമായ സ്ഥലങ്ങളാണെങ്കിൽ പോലും വളരെ ദുർഘടങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങൾ കൂടെയാണ്. With bleak and barren rocks and its cold, snowy heights, it may seem to be a pleasant place, but it is not. വളരെ പാറകളും വളരെ മഞ്ഞും വളരെ തണുപ്പും വളരെ ബുദ്ധിമുട്ടുമുള്ള ഈ കൊടുമുടികൾ മനോഹരത്വം നിറഞ്ഞാണെങ്കിലും അതിന്റെ ദുർഘടകത, ഭദ്രതയില്ലായ്മയൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. And then he says, in them are lions' dens, and they are the mountains of the leopards. നമ്മുടെ വായിക്കുന്നത് അത് സിംഹങ്ങളുടെ ഗുഹയാണ്, അവിടെ പുല്ലിപ്പുല്ലുകളുടെ വാസസ്ഥലമാണ്. Oh, they are dangerous places. അത് ദുർഘടകരമായ സ്ഥലങ്ങളല്ലേ? Satan is seeking like a roaring lion whom he should devour. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്നും പറഞ്ഞ് സാത്താൻ പാറി നടക്കുന്നു. There are many dangerous temptations in these mountains to those who would take residence there. അവിടെ താമസിക്കുന്ന, അവിടെ വാസമാക്കിയിരിക്കുന്ന ആളുകളെ ദുർഘടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിക്കളയുവാനുള്ള സാഹചര്യങ്ങളും ആ സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. My beloved brother and sister, your beloved is today calling you to come out of this Lebanon, to come out of those places. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ മണവാളൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതിനെ മറന്നു കളഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. Come out from the satisfaction and the comfort provided by Lebanon. ഈ ലെബാനോൻ നമുക്ക് നൽകുന്ന സംതൃപ്തിയും സന്തോഷവും ആനന്ദവും ഒക്കെ വിട്ടുമറന്ന്, അതിനെ മറന്നു കളഞ്ഞ് ഇറങ്ങി വരുവാൻ നമ്മുടെ പ്രാണപ്രിയ നമ്മോട് ആവശ്യം. Come out from the comforts of your bed. നമ്മുടെ സുഖങ്ങളുടെ ഒക്കെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. Come out from the comforts of your sofa and your couch, where with your remote on your hand and watching TV or Amazon or Netflix or whatever. നാം വീട്ടിലിരുന്ന് നമ്മുടെ ഭവനത്തിലെ ആ ഒരു കംഫർട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിട്ടുമാറി ടിവിയും കാണുന്ന ആമസോണും അതൊക്കെ കാണുന്ന ആ ഒരു പ്രവർത്തനം, ആ ഒരു സുഖ സൗകര്യങ്ങളിൽ നിന്ന് ഇറങ്ങി വരുവാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. Come out from the comforts of your wicked fantasies and your lusts in your head. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാവിധമായ ദുഷ്ടചിന്തകളിൽ നിന്നും, എല്ലാവിധമായ ജഡമോഹങ്ങളിൽ നിന്നും അതിന്റെ സുഖങ്ങളൊക്കെ വിട്ടുമാറി അതിൽ നിന്ന് ഇറങ്ങി വരുവാൻ അവൻ നമ്മെ ആവശ്യപ്പെടുന്നു. They all are delightful places, but they are all dangerous places. And our beloved, when he calls us his bride, he tells us to come out of those places. അതൊക്കെ മനോഹരമായ സ്ഥലങ്ങളായിരിക്കാം എങ്കിൽ പോലും അത് ദുർഘടകരമായതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങി വരുവാൻ പ്രാണപ്രിയൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. But not only does he tell her to come out of these delightful and dangerous places, ഈ മനോഹരവും ദുർഘടകരമായ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി വരണം എന്ന് മാത്രമല്ല താൻ ആവശ്യപ്പെടുന്നത്. he says, come out with me. എന്നാൽ താൻ പറയുന്നത് അതിനെ മറന്നു കളഞ്ഞ് എന്റെ ഒപ്പം എന്നോട് കൂടെ വരിക. Not only does the beloved ask her to come out from these places, he is going to give her something far more valuable. ആ സ്ഥലങ്ങളിലേക്ക് വിട്ടുപോകുന്ന എന്നോടൊപ്പം വരുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നൽകാവുന്നതിനേക്കാൾ എത്രയോ അധികം മൂല്യം അവൻ നൽകി കൊടുക്കുന്നു. The bridegroom's desire is to have the bride with him always. മണവാളന്റെ ആഗ്രഹം മണവാട്ടി എപ്പോഴും തന്നോട് കൂടെ ഇരിക്കണം എന്നുള്ളതാണ്. You are now my bride. You are my purchased one. I have married you. Now you belong with me. നീ എന്റെ കാന്ത, നീ എന്റെ പ്രിയ, നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, എന്റെ മണവാട്ടി, എന്നോടൊപ്പം നീ വസിക്കണം.
You will come to the place that I have prepared for you. ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നീ കടന്നു വരിക. You will be where I live. ഞാൻ എവിടെ താമസിക്കും, ഞാൻ എവിടെ ജീവിക്കുന്നു, അവിടെ നീയും വാഴും. Psalm 45 and verse 10, he says, forget your people and your father's house. സങ്കീർത്തനങ്ങൾ 45:10 നാം വായിക്കുന്നത്, കാന്തേ നിന്റെ പിതൃഭവനത്തെയും നിന്റെ സ്വജനത്തെയും നീ മറന്നു കളക. Come with me, come to the king's palace. കുമാരി, രാജാവിന്റെ സന്നിധിയിലേക്ക് നീ വരിക. You see, the problems with most of the Christians is this. അനേകവിധമായ ക്രിസ്ത്യാനികളുടെ മധ്യത്തിലുള്ള ഒരു വലിയ പ്രശ്നം, And by Christians, I mean real Christians, I mean believers. വിശ്വാസികളായ ആളുകൾ അഭിസംബോധന ചെയ്യുന്ന വലിയ പ്രശ്നം, We are not satisfied with the world and we are not satisfied with Canaan. നമുക്ക് ലോകത്തിൽ നിന്ന് നമുക്ക് തൃപ്തി അടങ്ങുവാൻ കഴിയുന്നില്ല, കനാനിന്റെ അനുഭവത്തിൽ നിന്നും തൃപ്തി അടങ്ങുവാനും കഴിയുന്നില്ല. We are stuck in the wilderness, incomplete separation. നാം ഇതിന്റെ രണ്ടിന്റെ മധ്യത്തിൽ മരുഭൂമിയിൽ നാം അവിടെ കിടക്കുകയാണ്. We have been redeemed from Egypt. We have crossed the Red Sea. നാം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, ചെങ്കടൽ നാം കടന്നു. We have come out of those delightful and dangerous places from the world and all that is in it. മനോഹരം ദുർഘടകരമായ മിസ്രൈമിൽ നിന്ന് ആ ലൗകികമായ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നാം ഇറങ്ങി വന്നിട്ടുണ്ട്. Oh, but we have not yet sat with Christ in the heavenly places, practically speaking. എന്നാൽ പ്രായോഗികമായ കർത്താവിനോടൊപ്പം ആ സ്വർഗീയമായ സ്ഥലങ്ങളിൽ നാം ഇരുന്ന് ആസ്വദിക്കാൻ ആരംഭിച്ചിട്ടില്ല. That leaves us as miserable people. We cannot enjoy the pleasures of the world like the unbelievers. And we don't relish the milk and honey of Canaan like real spiritual people enjoy. എന്നാൽ നമുക്ക് മിസ്രൈം ലോകത്തിന്റെ ഒരു സുഖ സൗകര്യങ്ങളും നാം തൃപ്തി നമുക്ക് അടങ്ങാൻ കഴിയുകയുമില്ല. സ്വർഗീയമായ കനാനിന്റെ പാലും തേനും ഒഴുകുന്ന അനുഭവം നമുക്ക് ആസ്വദിക്കാനും കഴിയുന്നില്ല. We are stuck in the wilderness. ഇതിന്റെ രണ്ടിന്റെ മധ്യത്തിൽ മരുഭൂമിയിൽ നാം പെട്ടുകിടക്കുകയാണ്. And that is a really terrible experience for believers. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ദുർഘടകരമായ ഒരു അനുഭവമാണ്. The Lord does not want you to be in the wilderness experience. He wants you to have the Canaan experience. ഈ മരുഭൂമി അനുഭവം അല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗീയമായ കനാന്യ അനുഭവം നാം ആസ്വദിക്കണം, തൃപ്തി അടങ്ങണം എന്നുള്ളത് നമ്മുടെ പ്രിയന്റെ ആഗ്രഹമാണ്. He invites us to go with him to be where he is. അവൻ എവിടെ ആയിരിക്കുന്നു അവിടെ നാം ആയിരിക്കണം എന്നുള്ള ആഗ്രഹം സഫലീകരിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. The place, Lebanon and the mountains of Shinar and Hermon, that is not where he goes in the night. ഹെർമോൻ പർവ്വതങ്ങളും അമാന പർവ്വതങ്ങളും ലെബാനോനിലെ സ്ഥലങ്ങളിലും അല്ല പ്രാണപ്രിയൻ രാത്രിയുടെ യാമങ്ങളിൽ കടന്നു പോകുന്നു. Oh, he goes to the hill of frankincense, to the mountain of myrrh. മൂറിന്റെയും കുന്തിരിക്കത്തിന്റെയും മലകളിലാണ് നമ്മുടെ പ്രാണപ്രിയൻ. And if you go with him, that is where he will take you. അവനോടൊപ്പം നാം യാത്രയാകുന്നെങ്കിൽ, സഞ്ചരിക്കുന്നുവെങ്കിൽ ആ അനുഭവം, ആ തൃപ്തി നമുക്കും ലഭിക്കും. That is where you will get real enjoyment, real delight, more than all the delight that Lebanon can give you. അവിടെയാണ് ശരിക്കും ദൈവവുമായുള്ള ആസ്വാദനം, അവനുമായുള്ള ആസ്വാദനം നമുക്ക് ലഭിക്കുകയും ലെബാനോൻ നമുക്ക് നൽകുന്ന എല്ലാ സംതൃപ്തിയേക്കാളും ഒക്കെ എത്രയോ മൂല്യമടങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു. But the journey from Lebanon and its forest and the snow-capped heights, the rugged paths, the journey from there is not safe. എന്നാൽ ഈ ലെബാനോനിലെ സുഖങ്ങൾ വെടിഞ്ഞ്, ഈ ലെബാനോനിലെ സ്ഥലങ്ങൾ വെടിഞ്ഞ്, ഈ കൊടുമുടികളൊക്കെ ഇറങ്ങി വന്ന് യാത്രയാകുന്നത് വളരെ ദുർഘടകരമായ ഒരു യാത്രയാണ്. And that is the difference between Christ and other religions. ഇതാണ് കർത്താവ് മറ്റുള്ള മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. All religions will give you rules and regulations, but it will not give you any power to do it. No strength to fight the temptations, no strength to fight the lions' dens and the mountains of the leopards. ഈ ലോകത്തിലെ മതങ്ങൾ നമുക്ക് പ്രായോഗികമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറയെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുവാനുള്ള ശക്തി, സ്രോതസ് നമുക്ക് അവർ പറഞ്ഞു തരികയില്ല. But our beloved is not like that. He says, come with me. എന്നാൽ നമ്മുടെ പ്രാണപ്രിയൻ അങ്ങനെയല്ല. അവൻ പറയുന്നത് എന്നോട് കൂടെ വരിക. He takes the journey with us. He leads the way and we just follow in his footsteps. കാരണം അവനാണ് യാത്ര നയിക്കുന്നത്. അവനോടൊപ്പം നമുക്ക് സഞ്ചരിക്കുമ്പോൾ അവനാണ് യാത്ര ചെയ്യുന്നത്. അവന്റെ പാത പിന്തുടരേണ്ട
ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. Whenever he says, "Go ye into all the world," the next verse always says, "Lo, I am with you always." ലോകത്തിന്റെ എല്ലായിടത്തും നിങ്ങൾ പോയി സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എന്ന് കർത്താവ് പറയുമ്പോൾ, സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ, അതിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. What does the lion's den and the leopards, what will they do when the lion of the tribe of Judah is right with us? സിംഹങ്ങളുടെ ഗുഹയിൽ സിംഹങ്ങളും പുല്ലിപ്പുലികളും ഒക്കെ ഉള്ള ഈ കൊടുമുടി, ഈ യാത്രയുടെ മധ്യത്തിൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും? That is what the Psalm says. David says in Psalm 23, "I will fear no ill, for thou art with me." അതാണ് സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നാം വായിക്കുന്നത്, ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഉണ്ട്. All through this journey we have his presence. ഈ യാത്രയുടെ മധ്യത്തിൽ മുഴുവനും അവന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു, നമുക്കുണ്ട്. And at the end of this journey, everlasting always in the presence of our beloved. ഈ യാത്രയുടെ പര്യവസാനം എന്ന് പറയും എന്നേക്കും അവനുമായുള്ള നിത്യമായ സാന്നിധ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യും. So come out from Lebanon and let us journey with him to his residence. അതുകൊണ്ട് ലെബാനോനെ വിട്ട് അവനോടൊപ്പം അവന്റെ വാസസ്ഥലത്തേക്ക് അവനോടൊപ്പം സഞ്ചരിപ്പാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. In my father's house there are many mansions. If it were not so, I would have told you. I go to prepare a place for you. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകും. And if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there ye may be also. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾ വരേണ്ടതിന് ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുന്നു, ഞാൻ ഇരിക്കേണ്ടിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്കായി മുമ്പായി കടന്നു. Yes, he is always with us. അവൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. And he wants us to be with him where he is. അവനായിരിക്കുന്ന ഇടത്ത് നാമും ആയിരിക്കേണ്ട ആഗ്രഹം അവനുണ്ട്, അതിനായി അവൻ കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. So this invitation that the bridegroom is giving to his bride, oh my beloved brother and sister, will you listen to that invitation today? മണവാളൻ മണവാട്ടിക്ക് നൽകുന്ന ഈ ക്ഷണം പ്രിയ സഹോദരീസഹോദരന്മാരെ, നമ്മൾ അതിന് ചെവി കൊടുക്കുമോ? Will you leave all your luxuries and comforts and the delights of this dangerous world and go after to be with him in the mountain of myrrh, in the hill of frankincense, to enjoy his presence, and then ultimately go to where he is himself? ഈ ലൗകികമായ സുഖങ്ങളും സുഖസൗകര്യങ്ങളും ഒക്കെ വിട്ട് ദുർഘടകരമായ ലോകത്ത് നമുക്ക് നൽകാവുന്ന എല്ലാ കാര്യങ്ങളും വിട്ടിറങ്ങി അവനോടൊപ്പം മൂറും കുന്തിരിക്കവും ഉള്ള ആ കുന്നിന്റെ കൂടെ അവനോടൊപ്പം വസിച്ച് അവസാനം അവൻ നമുക്കായി ഒരുക്കുന്ന സ്ഥലത്തേക്ക് നാം യാത്ര ചെയ്യുവാൻ, നാം സഞ്ചരിക്കുവാൻ തയ്യാറാകുന്നു. May God help us to answer yes to that invitation. ആ ഒരു ക്ഷണത്തോട് കർത്താവേ ഞാനും ഉണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഇടയാകട്ടെ. And next we move on to verse number 9. അടുത്ത 9-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിട്ടിരിക്കും. Let's read verse 9, 10, 11 first. 9, 10, 11 വാക്യങ്ങൾ ഞാൻ വായിച്ചു കൊള്ളട്ടെ. എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ട്, കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം! വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം! അല്ലയോ കാന്തേ, നിന്റെ അതിരം തേൻകട്ട പൊഴിക്കുന്നു. നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്. നിന്റെ വസ്ത്രത്തിന്റെ വാസന ലബാനോന്റെ വാസന പോലെ. We see the beloved is totally satisfied with his wife. ഇവിടെ മണവാളൻ തന്റെ പ്രിയൻ തന്റെ കാന്തയുമായി പൂർണ്ണ സംതൃപ്തി അടയുന്ന നിമിഷമാണ്. Literally speaking, this portion may refer to the physical intimacy after marriage, the consummation of marriage. ഒരുപക്ഷെ വിവാഹത്തിന് ശേഷം നടക്കുന്ന ആ വിവാഹത്തിന്റെ ആ പൂർത്തീകരണമായിരിക്കാം ഇവിടെ ഒരുപക്ഷെ ശലോമോൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. In this whole portion, ഒരുപക്ഷെ ഈ കാവ്യം മുഴുവനും അങ്ങനെയുള്ള ഒരു വിവർത്തനമായിരിക്കാം. But then there are a lot of spiritual lessons that we can draw from this passage. എന്നാൽ ആത്മീയമായ പാഠങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. So he has already described the beauty of his bride in the first 7 verses. ആദ്യത്തെ 7 വാക്യങ്ങളിൽ തന്റെ മണവാട്ടിയുടെ സൗന്ദര്യം താൻ വിവരിക്കുന്നുണ്ട്. But now he proceeds to describe the effect that this has on him.
എന്നാൽ ഇനിയുള്ള വാക്യശകലങ്ങളിൽ ആ സൗന്ദര്യം തന്നിൽ തന്നിൽ അത് എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യമാണ് തന്നോട് പ്രസ്താവിക്കുന്നത്. In a nutshell, he says he is perfectly satisfied with all that he has. ചുരുക്കത്തിൽ പറഞ്ഞാൽ താൻ കാണുന്ന, താൻ ആസ്വദിക്കുന്ന ഈ സൗന്ദര്യം കൊണ്ട് ഈ വ്യക്തിയിൽ താൻ പൂർണ്ണ സംതൃപ്തിയാണെന്നുള്ള ഒരു ആശയമാണ് ഈ കാവ്യത്തിന്റെ അവസാന ഭാഗം. For the purposes of our study, we will divide it into 4 things. നമ്മുടെ പഠനത്തിന് വേണ്ടി 4 കാര്യങ്ങളിലേക്ക് ഞാൻ അതിനെ വിഭാഗിച്ചുകൊള്ളട്ടെ. First of all, he is satisfied with her love. അവളുടെ സ്നേഹം കൊണ്ട് അവൻ തൃപ്തി അടഞ്ഞിരിക്കുന്നു. You have stolen my heart, thy love is very fair. നീ എൻ്റെ മനം, എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. Verse 10, the first part, how fair is thy love, my sister, my spouse, how much better is thy love than wine. 10-ാം ഭാഗത്തിൽ പറയുന്നത്, നിന്റെ പ്രേമം എത്ര മനോഹരം, എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർദ്ധകത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര. And now the poet, he actually coins a new word to show the intensity of his nearness to her. ഇനിയും തൻ്റെ പ്രിയനും പ്രിയയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു അടുത്ത ഒരു നിലവാരം, അതിന്റെ ഒരു അകമഴിഞ്ഞ ബന്ധത്തിന് വേണ്ടി ഒരു വാക്കും കൂടെ താൻ അവിടെ അഭിസംബോധന ചെയ്യുന്നു. It's not a real word, he coins up a word. അതൊരു ശരിക്കും ഒരു പദപ്രയോഗമല്ല, എന്നാൽ തന്റെ ആ ബന്ധത്തിന്റെ ആസ്വാദനം മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്ക് ഒരു പദപ്രയോഗം താൻ ഉപയോഗിക്കുകയാണ്. In our language it is 2 words, it's my sister, my spouse. ഇംഗ്ലീഷിൽ മലയാളത്തിൽ എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ. But actually it's a single word, it's my sister spouse. എന്നാൽ അത് ആക്ച്വലി ഒരൊറ്റ പദപ്രയോഗമായിട്ട് മൂലഭാഷയിൽ നമുക്ക് കാണുന്നത് എൻ്റെ സഹോദരി കാന്ത എന്ന് പറയുന്നത്, സിസ്റ്റർ സ്പൗസ്. Yeah, so that's difficult to translate because it makes no sense, and that is why the translators actually put the word my in between. കാരണം ആ മൂലഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സഹോദരി കാന്ത എന്ന് പറയുന്ന ഒരൊറ്റ പദപ്രയോഗമായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ബൈബിളിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. So my sister, it actually indicates the purity of their relationship. സഹോദരി എന്ന് പറയുന്ന പദപ്രയോഗം അവർ തമ്മിലുള്ള നിർമ്മലതയാണ് അവിടെ കാണിക്കുന്നത്. Adam Clark, the servant of God, in the commentary, he says like this: all the carnal ideas are excluded. ആഡം ക്ലാർക്ക് എന്ന ദേവദാസൻ പറഞ്ഞിരിക്കുകയാണ്, ജഡീക പ്രകാരമായുള്ള എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളും മാറ്റി നിർത്തി അവരുടെ ബന്ധം നിർമ്മലമായി തന്നെ കണക്കാക്കപ്പെടുന്നു. In the believer, it's the ardor of a spouse's love combined with the purity of a sister's love. ഒരു വിശ്വാസ കുടുംബത്തിൽ ഒരു പ്രിയയുടെ അല്ലെങ്കിൽ കാന്തയുടെ സ്നേഹവും അതിന്റെ നിർമ്മലത സൂക്ഷിക്കുന്ന ഒരു സഹോദര്യ സ്നേഹവും കൂടെ ഉൾപ്പെട്ടു നിൽക്കുന്നു. So with one look, he captured his heart. He has stolen my heart with one of thine eye. അവിടെ പറയുന്നത്, എന്റെ ഹൃദയത്തെ നീ അപഹരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനം കവർന്നിരിക്കുന്നു ഒരു നോട്ടം കൊണ്ട്. Yeah, just with one look, his heart was stolen. അവളുടെ ഒറ്റ നോട്ടത്തിൽ, ഒറ്റ ആ ദർശനത്തിൽ തന്നെ തന്റെ ഹൃദയം കവർന്നെടുക്കപ്പെടുവാൻ തനിക്ക് സാധിച്ചു. Yeah, don't misunderstand me. I am not advocating love at first sight. I don't translate it. Okay. But the lesson is always there. One believing, penitent look of the sinner to the Savior is actually sufficient to secure the love of the Savior. പ്രാണപ്രിയന്റെ ഒരു ഒറ്റ നോട്ടം, ഒരൊറ്റ ദർശനം മതി എന്നേക്കുമായി അവന്റെ ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ. One look at the bronze serpent was enough for the people who were going to die to go into life. നമുക്കറിയാം, ബ്രോൺസ് സർപ്പന്റിലേക്ക്, ആ സർപ്പത്തിലേക്ക്, പിച്ചള സർപ്പത്തിലേക്ക് ഒറ്റ പ്രാവശ്യം നോക്കിയാൽ അവരുടെ ആ വിഷം അവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാമായിരുന്നു. So also one look towards our Savior was enough to steal his heart toward us. നമ്മുടെ പ്രാണപ്രിയന്റെ അടുക്കിലേക്കുള്ള ഒരു നോട്ടം മതിയായിരുന്നു നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനത്തെ കവർന്നെടുക്കുവാൻ. Again we see that he glorifies her love, just repeating what she had said before. അതുകൊണ്ട് തന്നെ തന്റെ സ്നേഹത്തെ പറ്റി താൻ പ്രശംസിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. Verse 10, how much better is thy love than wine,
വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമം എത്ര മനോഹരം. You would remember in chapter 1 and verse 2, ഒന്നാമത്തെ രണ്ടാം വാക്യത്തിൽ she said that his love is better than wine. അവിടെ പ്രിയ പറയുകയാണ് പ്രാണപ്രിയന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ നല്ലത്. And now here he is saying that her love is better than wine. എന്നാൽ ഇവിടെ തിരിച്ച് പ്രിയൻ പ്രാണപ്രിയോട് പറയാണ് നിന്റെ സ്നേഹം പ്രേമം വീഞ്ഞിനേക്കാൾ രസകരം. The love of that loved one is the sweetest enjoyment for the lover. ഈ സ്നേഹിക്ക പ്രാണപ്രിയയുടെ സ്നേഹം ആസ്വദിക്കുവാൻ തക്കവണ്ണം മനോഹരമാണ്. The faith and love of the forgiven woman in that Pharisee's house who came to anoint the feet of Jesus. The faith and love of that forgiven woman was more sweeter to the Lord Jesus than to the wine in Simeon's table. നമുക്കറിയാം ശിമയോന്റെ വീട്ടിൽ വന്ന് ആ സ്ത്രീ വന്ന് തന്റെ ആ സ്നേഹം നിറഞ്ഞ ക്ഷമ ലഭിച്ച കൃപ ലഭിച്ച ആ സ്ത്രീയുടെ സ്നേഹം വീഞ്ഞിനേക്കാൾ കർത്താവിന് പ്രാധാന്യവും നിർബന്ധവുമായിരുന്നു. He is satisfied, ravished with her love. അവളുടെ ആ സ്നേഹം കൊണ്ട് അവളുടെ ആ സ്നേഹത്തിന്റെ സൂചന കൊണ്ട് വീഞ്ഞിനേക്കാൾ തനിക്ക് രസകരമായിരുന്നു. Then we see that he is satisfied with her character. അതിനുശേഷം തന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിൽ താൻ സംതൃപ്തനാണ്. Her speech and her conversation and the smell of her garments. അവളുടെ സംസാരം അവളുടെ ആ സംഭാഷണത്തിലൊക്കെ താൻ സംതൃപ്തി അടങ്ങി കാണുവാൻ കഴിയും. Thy lips, O my bride, drop as the honeycomb. അവിടെ നാം വായിക്കുന്നത് Verse 11. അല്ലയോ കാന്തേ നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. Now he expands on that. അത് താൻ വിവരിക്കുകയാണ്. Earlier he said in chapter 2 and verse 14, we already saw that. Let me see thy countenance, let me hear your voice, for thy voice is sweet and thy countenance is comely. രണ്ടാമത്തെ നാം ഓർത്തതാണ് നിന്റെ സ്വരം ഇമ്പമുള്ളത്, നിന്റെ മുഖം സൗന്ദര്യമുള്ളത്, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞതാണ്. And here he says your lips drop as the honeycomb. ഇവിടെ നാം വായിക്കുന്നത് നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. Under her tongue was milk and honey. അവളുടെ ആ നാവിൽ തേനും പാലും ഒഴുകുന്നു. Let us not forget that out of the abundance of the heart the mouth speaks. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. Is our beloved satisfied with our speech? നമ്മുടെ സംഭാഷണം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രിയൻ നമ്മൾ സംതൃപ്തി അടയുന്നുണ്ടോ? Concerning the wicked it is said that the poison of asps is under their lips. ദുഷ്ടനെ പറ്റി പറയുന്നുണ്ട് വിഷം അവരുടെ നാവിനടിയിലുണ്ട്. And that has been changed by the Holy Spirit in our lives, that has been changed to honey and milk. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ച് നമ്മുടെ ആ ദുഷ്ടത്തിലൊക്കെ മാറ്റി തേനും പാലും ഒഴുകുവാൻ തക്കവണ്ണമുള്ള ശക്തി നമ്മളിൽ പകർന്നു കൊണ്ടിരിക്കുന്നു. But to have honey dropping from our lips, we must have the honeycomb in our hearts, says a man of God. ദേവദാസൻ പറയുന്നത് തേൻ നമ്മുടെ വായിൽ നിന്ന് വരണമെങ്കിൽ തേൻ കട്ടയോട് പറ്റിച്ചേർന്നിരിക്കണം. He was satisfied with her character, with her speech and her conversation. അവളുടെ സ്വഭാവ വൈശിഷ്ട്യത്തിൽ അവളുടെ വ്യക്തിത്വത്തിൽ അവൻ സംതൃപ്തനാണ്. And then we see that he is satisfied with her purity. അടുത്തതായി അവളുടെ നിർമ്മലതയിൽ അവൻ സംതൃപ്തനാണ്. Let's read verse number 12. 12ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീറുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. He has used a variety of similes or metaphors to describe his love. അനേകവിധമായ പദപ്രയോഗങ്ങൾ തന്റെ ആ സ്നേഹത്തെ വിവരിക്കുവാനായിട്ട് താനോട് ഉപയോഗിക്കുന്നുണ്ട്. Now he likens her to a fragrant garden that is enclosed exclusively for him. അവിടെ താൻ ആ ആലങ്കാരിക ഭാഷയിൽ അവിടെ ഒരു പൂന്തോട്ടത്തോട് തന്റെ സ്നേഹത്തെ ഉപമിച്ച് തനിക്ക് മാത്രം ആസ്വദിക്കാൻ തക്കവണ്ണമുള്ള ഒരു പൂന്തോട്ടമായി തന്റെ സ്നേഹത്തെ താൻ അവിടെ ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കുന്നു. From the mountain of myrrh, now he comes to the garden. അവിടെ മൂറിന്റെ മലയിൽ നിന്ന് ഇവിടെ ഈ പൂന്തോട്ടത്തിലേക്ക് താൻ കടന്നു വരികയാണ്. There has always been a divine interest in gardens throughout the scriptures, I guess. Sorry? There has always been throughout the scriptures a divine interest in gardens.
ഇവിടെ വേദപുസ്തകത്തിൽ എപ്പോഴും ഒരു പൂന്തോട്ടം ആയി പല പ്രാവശ്യം നാം കണ്ടിട്ടുണ്ട്. God is very much interested in garden, it seems, throughout the scriptures. വേദപുസ്തകത്തിലുടനീളം ഈ പൂന്തോട്ടം എന്ന് പറയുന്ന ഈ ഒരു ഘടകത്തോട് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇഷ്ടം നമുക്ക് കാണുവാൻ കഴിയും. Man's history began in the garden. മനുഷ്യന്റെ ചരിത്രം പൂന്തോട്ടത്തിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. Man's ruin began in the garden. മനുഷ്യന്റെ പ്രശ്നങ്ങളും ഈ പൂന്തോട്ടത്തിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. The last hours of the Lord was in a garden. കർത്താവിന്റെ ഈ ഭൂമിയിലുള്ള അവസാന മണിക്കൂറുകൾ ഒരു പൂന്തോട്ടത്തിൽ വെച്ചായിരുന്നു. He was also buried in a garden. അവൻ ഒരു പൂന്തോട്ടത്തിലാണ് അവൻ അടക്കം ചെയ്തത്. And in the future we are promised a garden, a paradise. നമുക്ക് ഒരു ഭാവിയിൽ ദൈവം നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ പോകുന്നു. A paradise in this earth. This whole world is going to be a paradise. ഈ ഭൂമി മുഴുവനും ഒരു പരദീസയായ കർത്താവ് മാറ്റുവാൻ പോവുകയാണ്. His people also are viewed in the garden. In the Old Testament Israel and in the New Testament the assembly, it's viewed as a garden in many places. പല സ്ഥലങ്ങളിൽ പുതിയ നിയമസഭ ഒരു പൂന്തോട്ടത്തോട് ഉപമിച്ചിട്ടുമുണ്ട്. We are his garden. നാം അവന്റെ പൂന്തോട്ടമാണ്. And there are very four obvious things about this garden in these verses. ഈ പൂന്തോട്ടത്തിന്റെ 4 പ്രത്യേകമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It has a fence. അതിന് ഒരു മതിലുണ്ട്. It is a garden enclosed. അത് അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്. It has a fountain. അതിനൊരു നീരുറവുണ്ട്. Verse 11. നീരുറവുണ്ട്. It has fruits. അതിന് ഫലങ്ങളുണ്ട്. And it has fragrance. അതിന് സൗരഭ്യമുണ്ട്. It has a fence, a fountain, fruits and fragrance. അതിന് വിശിഷ്ട ഫലങ്ങളുണ്ട്. അതിന് കെട്ടിയുറപ്പിച്ചിരിക്കുവാൻ ഒരു മതിലുണ്ട്. അതിന് നീരുറവയുണ്ട്. What does a fence signify? എന്താണ് ഒരു മതിൽക്കെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? It says that it belongs to him exclusively. ആ ഒരു വേലി കെട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ആരുടെ പൂന്തോട്ടമാണോ അവർക്ക് മാത്രം ആസ്വദിക്കാൻ തക്കവണ്ണമാണ് ഒരു വേലി കെട്ടിയിരിക്കുന്നത്. And the Lord loves to say that concerning you and concerning our assembly. നമ്മെ നമ്മുടെ സഭയെ പറ്റി പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. That it belongs to him exclusively. അത് അവന് വേണ്ടി മാത്രമുള്ള പൂന്തോട്ടമാണ്. It reemphasizes, Paul reemphasizes that you are not your own. You are bought with a price, and that price was very expensive. നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളെ ഒരു വിലയ്ക്ക് ദൈവം വാങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പൗലോസ് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. And if you want to know that price, you must go to the mountain of to the mountain of myrrh and the hill of frankincense. ആ വില നമ്മളെ വാങ്ങിയ ആ വില അറിയണമെങ്കിൽ മൂറിന്റെയും കുന്തിരിക്കത്തിന്റെയും കുന്നിന്റെ മുകളിൽ ചെല്ലേണ്ടത് ആവശ്യമാണ്. In a land like Israel, there was so much barrenness, so much dryness, an unproductive land. ഇസ്രായേലിലെ ആ പ്രദേശങ്ങളൊക്കെ അതിന്റെ ജിയോഗ്രഫിക്കൽ സ്ഥലങ്ങളൊക്കെ വളരെ തരിശായ വൃദ്ധമായ സ്ഥലങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇസ്രായേലും യഹൂദ പ്രദേശങ്ങളും. And for someone to have a garden like this and put a fence around it and say, in the midst of all this barrenness, this belongs to me. അവിടെ ഉള്ള ഈ ഒരു തരിശായ ഈ ഭൂമിശാസ്ത്രത്തിനൊക്കെ മധ്യത്തിൽ ഒരു പൂന്തോട്ടം സ്ഥാപിച്ച് അതിനെ വേലി കെട്ടി ആസ്വദിക്കാൻ തക്കവണ്ണം മാത്രം അതിനെ ഉതകുന്നത് എത്രയോ മനോഹരമായ ഒരു കാര്യമാണ്. When we sing, take my life and let it be consecrated, Lord, to thee, when we sing that, let us really mean it. It really belongs only for him. നാം പലപ്പോഴും പാടും, കർത്താവേ എന്റെ ജീവിതത്തെ എടുത്ത് അതിനെ നീ അഭിഷേകം ചെയ്ത് ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്നൊക്കെ നാം പാടുമ്പോൾ കർത്താവിന് മാത്രം ആസ്വദിക്കാൻ, കർത്താവിനോട് മാത്രം കടപ്പെട്ട ഒരു ജീവിതമാണ്. Here is a place where they can be together, excluded from all others. മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി നിന്ന് കർത്താവിന് മാത്രം ആസ്വദിക്കാൻ തക്കമുള്ള ഒരു പൂന്തോട്ടം. Outside this fence he is not welcome. The world does not welcome him, but inside is only for him and only he gets to enjoy that. ലോകം അവനെ ക്ഷണിക്കുന്നില്ല, എന്നാൽ ഈ പൂന്തോട്ടത്തിന്റെ അകത്ത് മാത്രമേ അവനെ ക്ഷണിക്കുകയും അവൻ ആസ്വദിക്കുവാനും കഴിയുകയുള്ളൂ. When he looks into a place, when he looks at his bride, he wants to see that purity. It belongs only for him. അവന്റെ മണവാട്ടി അവൻ കാണുമ്പോൾ ആ നിർമ്മലത അവന് മാത്രം ആസ്വദിക്കാൻ തക്കണം അവൻ കാണേണ്ടതിന് അവൻ നമ്മളെ ക്ഷണിക്കും. And the other two metaphors also say the same thing: a spring shut up, a fountain sealed.
നമ്മൾ വായിക്കുന്നത് അടച്ചിരിക്കുന്ന നീറുറവ മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. The lock and seal actually indicate that it is only for exclusive use. അവിടുത്തെ ആ അടച്ചിരിക്കുന്ന ഈ നീറുറവും ആ മുദ്രയിട്ടിരിക്കുന്ന കിണറും അത് വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. It's for private use. Not everyone can come and enjoy that. അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതല്ല, അത് വ്യക്തിപരമായി ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. But more importantly, more than the spiritual side of it, this actually what Solomon is trying to say, the beloved literally is trying to say, is about the purity, the sexual purity of his bride. അവിടെ തന്റെ മണവാട്ടിയുടെ ആ നിർമ്മലത, ആ തന്റെ ശാരീരികമായ നിർമ്മലതയെ പറ്റിയാണ് ഇവിടെ ശലോമോൻ തന്റെ വാക്കുകളിൽ താൻ പറയുന്നത്. And I don't want to skip over that application, especially in today's age. ആ ഒരു പ്രായോഗികത മറന്നു കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want to emphasize once again, especially to the youngsters, that you have to keep your body pure for your life partner. എല്ലാവരും പ്രത്യേകിച്ച് യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്പൗസിന് വേണ്ടി, നിങ്ങളുടെ കാന്തയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി നിങ്ങളുടെ ശാരീരികമായ നിർമ്മലത പാലിക്കേണ്ടത് അനിവാര്യമാണ്. The world may give you so many other ideas. The world may say that it is no problem to have sex before marriage and things like that. But no, the scripture prohibits that. Your body must be kept pure. It has to be an enclosed garden exclusively only for your partner. ലോകം പലതരത്തിലുള്ള വാദങ്ങളും കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരാമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന്റെ നിർമ്മലത പാലിക്കേണ്ടത് നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ള കാര്യം വേദപുസ്തകം വളരെ വ്യക്തമായി അനുശാസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. And as we learn spiritual lessons from this, I do not want you to miss that important application. ഈ പാഠങ്ങളിൽ നിന്ന് ആത്മീയ പാഠങ്ങൾ പഠിക്കുമ്പോൾ പ്രായോഗികമായ കാര്യങ്ങളും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. He is satisfied with her purity. അവളുടെ നിർമ്മലതയിൽ മണവാളൻ സംതൃപ്തി അടയുന്നു. Because she is like an enclosed fence, a spring shut up, a fountain sealed only for him. കാരണം കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീറുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറെന്ന ആലങ്കാരിക ഭാഷയിൽ അവന് മാത്രം ആസ്വദിക്കുവാൻ തക്കവണ്ണമുള്ള നിർമ്മലത താൻ അവിടെ സൂക്ഷിക്കുന്നു. അതിൽ മണവാളൻ സംതൃപ്തി അടയുന്നു. Not only is he satisfied with her love, with her character and with her purity, അവളുടെ സ്വഭാവം, അവളുടെ വ്യക്തിത്വം, അവളുടെ സ്നേഹം, അവളുടെ നിർമ്മലത എന്ന് മാത്രമല്ല, he is also satisfied with her influence. അവളുടെ സ്വാധീനത്തിലും അവൻ സംതൃപ്തി അടയുന്നു. And in verse 13 we see that it has lot of fruits and spices. അനേക വിധമായ ഫലങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. In 13:14 we read, thy plants are an orchard of pomegranates with pleasant fruits, camphire with spikenard and saffron, calamus and cinnamon, with all trees of frankincense, myrrh and aloes, and with all chief spices. പലവിധമായ പൂക്കൾ, വിശിഷ്ട ഫലങ്ങൾ, മാതളത്തോട്ടം, മൈലാഞ്ചിയോടുകൂടി ജനമാംസ്യം, കുങ്കുമം, വയമ്പ്, ലവംഗവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും, മൂറും, അങ്ങനെയുള്ള പല വൈശിഷ്ട്യ ഫലങ്ങൾ നിൽക്കുന്ന ഒരു പൂന്തോട്ടം. And if you look at it carefully, most of these things, or rather let's say pomegranates, were used in the hem of Aaron's robe, and it was also used at the top of the pillars of Solomon's temple. നമുക്കറിയാം, മാതളപ്പഴം പലവിധമായ കാര്യങ്ങൾ പഴയ നിയമത്തിൽ കൂടാരപ്പണിയുള്ള മതിൽ അഹ്റോന്റെ റോബ്, തന്റെ ആ പൗരോഹിത വസ്ത്രത്തിലൊക്കെ മാതളപ്പഴം ഉപയോഗിച്ചിട്ട് നമുക്കറിയാം. Even in the vicinity of the temple, if you look up, you would see on top of the pillars the shape of a pomegranate. അതുകൊണ്ട് ദേവാലയത്തിന്റെ മുകളിൽ, അവിടെയുള്ള തൂണുകളുടെ മുകളിൽ മാതളപ്പഴത്തിന്റെ രൂപരേഖയിലാണ് കാര്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. Cinnamon, calamus, myrrh, frankincense, all were linked with the holy anointing oil and with the incense. അവിടെ കാണുന്ന ഈ വിശിഷ്ട ഫലങ്ങളെല്ലാം അഭിഷേക തൈലവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. And we see a strong link here with devotion and worship. ഇവിടെ ആരാധനയുമായുള്ള ശക്തമായ ഒരു കാര്യം കൂടെ നമുക്ക് കാണുവാൻ കഴിയും. Spikenard, pure nard, camphire, all of this together, a free, sweet, refreshing thing for him in the wilderness. നമുക്കറിയാം, മരുഭൂമിയുടെ യാത്രയിൽ ഈ വിശിഷ്ട ഫലങ്ങൾ, ഈ കുങ്കുമവും വയമ്പും ലവംഗവും ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങൾ ആരാധനയ്ക്ക് ഉതകുന്നതായി പ്രശംസനീയമായ കാര്യങ്ങളാണ്.
And this garden with all these fruits brings refreshment to his heart. ഈ വൈശിഷ്ട്യമായ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടം എൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നു. It not only has fruits, it also has a fountain. അതിന് ഫലങ്ങൾ മാത്രമല്ല, അവിടെ ഒരു നീരുറവുണ്ട്. It is a well of living waters and streams from Lebanon. വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. It comes from Lebanon, Mount Hermon, which is covered in snow, and it goes underground, and then the spring comes up from this underground water. നമുക്കറിയാം, മഞ്ഞ് മൂടി നിൽക്കുന്ന ഹെർമോൻ പർവ്വതത്തിൽ നിന്നാണ് ഈ ഉറവ ഒഴുകി ഒഴുകി ഈ പൂന്തോട്ടത്തിലേക്ക് കടന്നു വരുന്നത്. And the streams are visible only at when it comes out in the well or in the fountain. അതുകൊണ്ട് ഈ മലയുടെ അടിയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ അരുവികൾ, ഈ നദി, അത് ഈ പൂന്തോട്ടത്തിൽ കടന്നു വരുമ്പോൾ മാത്രമേ അതിന്റെ ആ ഒഴുക്കിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. It is a spring of living water. അത് ജീവന്റെ ഉറവാണ്. Its abundance, it never expires, it never gets over. അത് വളരെ അധികമുണ്ട്, അതിന് ഒരിക്കലും ക്ഷാമം വരുന്നില്ല. Excellence and perpetuity. അത് മനോഹരത്വവും വൈശിഷ്ട്യവും എന്നേക്കും നിലനിൽക്കുന്നതാണ്. It is a garden. He is satisfied with her influence. It has fruits and it has a fountain. അതിന് ഫലങ്ങളുണ്ട്. അതിന്റെ ആ പൂന്തോട്ടത്തിൽ അതിന്റെ ആധിക്യം അവന്റെ ഹൃദയത്തെ സംതൃപ്തി അടയുന്നു. It also has fragrance. അതിന് സൗരഭ്യവുമുണ്ട്. The bride is viewing this garden as verse 16, awake, O north wind, and come thou south, blow upon my garden that the spices thereof may flow out. Let my beloved come into his garden. So it's first she calls her my garden and then his garden. ആദ്യമായി മണവാട്ടി താൻ 16-ാം വാക്യത്തിൽ എന്റെ തോട്ടം എന്ന് വിശേഷിക്കുന്നു. It is his garden. First in verse 16 it is the groom, beloved, that is speaking, and in the second part, let my beloved come into his garden, it's the bride that is speaking. So the garden belongs to him now. മണവാളന്റെ പൂന്തോട്ടമായിട്ടാണ് നാം അവിടെ കാണുന്നത്. എന്റെ തോട്ടത്തിൽ കടന്നു വരിക എന്ന് പറയുന്നത് മണവാളനാണ്. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന്, എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന്. So yes, it is his garden. It is for his enjoyment. അവന്റെ ആനന്ദത്തിനും അവന്റെ സന്തോഷത്തിനും വേണ്ടിയാണ് ഈ പൂന്തോട്ടത്തെ അവൻ നിയമിച്ചിരിക്കുന്നത്. But though he wants that garden to belong exclusively to him, he does not want its influence to be limited exclusively to him. അത് തനിക്ക് വേണ്ടി മാത്രമുള്ള പൂന്തോട്ടമാണെങ്കിൽ പോലും അതിന്റെ ആസ്വാദനം താൻ മാത്രമല്ല മറ്റുള്ളവരും ആസ്വദിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. He is saying poetically his prayer for his garden. Awake, O north wind, come thou south, and blow upon my garden, that the spices thereof, that the fragrance would flow out. കാവ്യ രൂപത്തിൽ തന്നെ ആ പൂന്തോട്ടം എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി ആസ്വാദനമായി തീരണമെന്നുള്ളത് താൻ അവിടെ പറയുകയാണ്. വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റ് വരിക, എന്റെ തോട്ടത്തിൽ സുഗന്ധവും വീശേണ്ടതിന് അതിന്മേൽ ഊതുക. Yes, it is not enough for the fruits of the Spirit to be in a believer's soul. No, it has to be flown out. It has to go out. ആത്മാവിന്റെ ഫലങ്ങൾ ഒരു വിശ്വാസിയുടെ ആന്തരികത്തിൽ മാത്രമല്ല, അത് എല്ലാവർക്കും ആസ്വാദനമാകുന്ന രീതിയിൽ അത് ഒഴുകിച്ചെല്ലണം. And sometimes our beloved says, awake, north wind and south, and blow upon my garden. അതുകൊണ്ട് പറയുകയാണ്, ഉണരുക കാറ്റേ ഉണരുക, തേനിക്കാറ്റേ വരിക, ഈ തോട്ടത്തിന്മേൽ സുഗന്ധം വീശുക. Many circumstances our beloved would bring into our lives so that this fragrance can flow out. അനേകവിധമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തും. കാരണം ഈ പൂന്തോട്ടത്തിന്റെ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കേണ്ടത്. And we need to pray this for our assembly, that our fragrance would go out. നമ്മുടെ സഭയ്ക്കായി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, നമ്മുടെ ആ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. Believers are always satisfied to be lukewarm, neither hot nor cold. ചൂടുമല്ല തണുപ്പുമല്ല, ശീതോഷ്ണവാനായി നിൽപ്പാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നില്ല. Yes, but the Lord wants us to that fragrance to go out. What he has given us would be enjoyed by others. That fragrance of the Nazarene would be grown, would be spread across even outside the garden. നസ്രയത്തുകാരന്റെ സൗരഭ്യം നമ്മളിലൂടെ അനേകർക്ക് ആസ്വദിക്കാൻ തക്കണം ഇടയാകേണ്ടതിന് അവൻ ആ പൂന്തോട്ടത്തെ നനയ്ക്കുകയും ആ
ആ പൂന്തോട്ടത്തെ ഉണർത്തുകയും ചെയ്യുന്നു. Just a channel full of blessing to the thirsty hearts around, to tell out thy full salvation, all thy loving message sound. Channels only, blessed Master, but with all thy wondrous power flowing through us, thou canst use us every day and every hour. പാട്ടുകാരൻ പറയുന്ന പോലെ ഈ നമ്മുടെ ജീവിതങ്ങളിലൂടെ അനുഗ്രഹത്തിന്റെ മാർഗങ്ങൾ ഉണ്ടാകട്ടെ, സൗരഭ്യത്തിന്റെ മാർഗങ്ങൾ ഉണ്ടാകട്ടെ. Let that be our prayer. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. We saw that a bridegroom is inviting us to be with him, to come with him. ഇവിടെ മണവാളൻ തന്നോടൊപ്പം ആയിരിക്കാൻ മണവാളൻ നമ്മളെ ക്ഷണിക്കുന്നു. And then we saw that the bridegroom is satisfied with his love, with her love, with her character, with her purity, and with her influence. അതിനുശേഷം മണവാളൻ മണവാട്ടിയിൽ സംതൃപ്തി അടയുന്നു, അവളുടെ സ്നേഹത്തിൽ, അവളുടെ വ്യക്തി സ്വഭാവത്തിൽ, അവളുടെ നിർമ്മലതയിൽ, അവളുടെ സ്വാധീനത്തിൽ. May this be true in our lives also, in our relationship to our beloved. കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഇത് അനുവർത്ഥമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. May God bless these words to our hearts this evening. ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സഹായിക്കുമാറാകട്ടെ. Thank you.